Sir, please stop it. Rascal! ആരാടാ നീ? പറ. Officer, please. കൈ എടുക്കണം. ആരാടാ ഇവൻ? പറടാ. ആരാടാ ഇവൻ? ആരാടാ ഇവൻ നിന്റെ? പറടാ. ഇവൻ നിന്റെ തന്തയോ അതോ നിന്റെ ഉമ്മയുടെ മറ്റേ? Stop! No! എടോ വാഴക്കാലി! Stop it! Please, please. മിസ്റ്റർ നന്ദനല്ലേ? നന്ദഗോപാൽ. മിസ്റ്റർ നന്ദഗോപാൽ, കേരള രശ്മി അല്ലേ? എന്ത് തെമ്മാടിത്തരമാണോ നീ കാണിച്ചത്? സാർ, ഞാൻ ഈ റാസ്കൽ ഇവിടെ കിടന്ന് 12 മണിക്ക് ഒടുക്കത്തെ മിനിസ്റ്ററുടെ ഫ്ലൈറ്റ്. അതിനിപ്പോഴും തൂത്തൊളിപ്പിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? ഞാൻ Stupid! Come on, report my office. Sir. ബാക്കിയുള്ളവൻ ഒരുത്തനായിട്ട് അവന്റെ അല്ല, ഓർമ്മ കാണും, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റില് നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റില്. അല്ല, ഇതിപ്പോ ഇവിടെ എങ്ങനെ? വന്നിറങ്ങുന്ന വഴി ചെന്നൈ ഫ്ലൈറ്റില്. ഞാനങ്ങനെ അറിഞ്ഞതായിരിക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. പരിചയം മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ മിസ്റ്റർ കുരുവിത്തടം ബേബിച്ചനാ പറഞ്ഞേ, ഗോൺ ടു ചെന്നൈ, വിൽ റിട്ടേൺ ടുഡേ എന്ന്. ബൈ ചാൻസ് ഇപ്പൊ തമ്മി കാണാൻ ചെയ്തു. വാ വന്നാട്ടെ. ഒന്ന് വായിച്ചോളൂ. കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ, പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന്റെ വേതന സമരം കത്തി നിൽക്കുന്ന കാലം, അതായത് 1974. അന്ന് ഞാൻ ബോംബെയിലുണ്ട്, ഒരു മർഡർ കേസിന്റെ ട്രയൽ. അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാന്തരം മുഖപ്രസംഗം. മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വക ഗസ്റ്റ് എഡിറ്റോറിയൽ ഓൺ ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. എന്താ അതിന്റെ ഒരു ഭാഷ, എന്താ ഭാഷയുടെ ഒരു ശക്തി! ദാണ്ടെ കണ്ടില്ലേ? ദേ, ചുമ്മാ വെറുതെ ഒന്ന് ഓർക്കുമ്പോഴേ എനിക്കെന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. എന്താ മിസ്റ്റർ നന്ദൻ? ഒന്നുമില്ല, പറയണം. ലെറ്റ്സ് ഷെയർ ദി ജോക്ക്. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് മിസ്റ്റർ സഭാപതി, എനിക്കൊരു ഒറ്റ അച്ഛനെ ഉണ്ടായിരുന്നു. അല്ല, അത് മറാഠ ടെക്സ്റ്റൈൽ ടൈക്കൂൺസിന്റെയും അശ്വിൻ നായിക്കിന്റെയും ഗുണ്ടകൾ ചേർന്ന് അച്ഛനെ വെടിവെച്ച് വീഴ്ത്തുമ്പോ I was just a small boy of 8 years. But that was in 1971. So, 71 കൊല ചെയ്യപ്പെട്ടയാള് 74 എഴുതിയ ഗസ്റ്റ് എഡിറ്റോറിയൽ വായിച്ച് രോമ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോ it sounds like back scratching. Yes. ഹലോ, അവരാ പറ. എന്തൊരു ഓർമ്മപ്പശകന്റെ തമ്പുരാനെ, കഷ്ടം. So, this suggests a truce. രമ്യത അല്ലേ? അത് പിന്നെ ആർക്കും ഒരു പരാതിയുമില്ല എന്നൊരു ഒത്തീർപ്പല്ലാതെ. യെസ്, കം ഇൻ. ഐ മീൻ, മിസ്റ്റർ നന്ദൻ ഇഷ്യൂവിൽ വെറുതെ അൺനെസസറി ആയി ചാടിക്കയറി ഇടപെട്ട് പോയി സ്ഥിതിക്ക് നമുക്ക് വേണ്ട ഇവരെ മാത്രമായിട്ട് അങ്ങനെ അടച്ചു തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. Why? അല്ല, അതായത് താങ്കൾ ഡ്യൂട്ടിയിലുള്ളൊരു പോലീസ് ഓഫീസറെ അങ്ങോട്ട് കയറി തല്ലി എന്നുള്ളതും കൂടെ കണക്കാക്കുമ്പോ Yes? അതിനുമുണ്ടല്ലോ വളരെ ഗൗരവമായ ചില നിയമവശങ്ങൾ. ഇതിപ്പോ വേണമെങ്കിൽ എനിക്ക് മിസ്റ്റർ നന്ദനെയും തേണ്ടി ചെറുക്കനെയും കൂടി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടോട് ഇടിച്ച്. നിർത്തോ മിസ്റ്റർ നന്ദൻ. Now stop it. Just stop blabbering like a two-bit squeezer. അയ്യോ, അല്ല, ഞാൻ വെറുതെ നന്ദൻ കോടതി കയറി ഇറങ്ങിയിട്ട് നാണക്കേട് വേണ്ടെന്ന് കരുതിട്ടാ. Come on, Mr. Sabhabati. Da,
ഇത്തിരി ഇല്ലാത്ത ഈ നരന്തിനെ നട റോഡിലിട്ട് തല്ലിച്ചതച്ച നിങ്ങളുടെ ഈ തെമ്മാടി ഓഫീസറുടെ മോന്ത അടച്ച് ഇനി ഒരു 4 എണ്ണം കൂടെ പൊട്ടിക്കേണ്ടി വന്നാലും ശരി, ഐ വോണ്ട് ബി അഷെയിംഡ് ആൻഡ് ഐ വിൽ ഓൺലി ബി ടു പ്രൗഡ് ഓഫ് വാട്ട് ഐ ഡു. വാടാ. പ്ലീസ് പ്ലീസ് മിസ്റ്റർ നന്ദൻ, ഡോണ്ട് ഗെറ്റ് അജിറ്റേറ്റഡ്. Get lost, you. എടാ കുഞ്ഞ മക്കളെ, നിന്റെ കൂടി ഭാവി നന്മ കരുതിയിട്ടാ സാറ്. ഒന്ന് പറഞ്ഞടാ പ്ലീസ് മിസ്റ്റർ നന്ദൻ. പൊന്നും കൂടം പോലത്തെ എന്റെ ഒറ്റ മോളാണ് സത്യം. ഇതിപ്പോ നിങ്ങളെ പോലെ ഒരാൾ ഇടപെട്ട സ്ഥിതിക്ക് പത്രക്കാർ ഓരോന്ന് എഴുതി പിടിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്ന പേര് ദോഷം. പിന്നെ മേലാവിൽ നിന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ ഒക്കെ കൂടി ഞാൻ സൂപ്പിലായി പോകും. എന്റെ പൊന്നു സാറ് പ്ലീസ് ഇതൊന്നും പോയിച്ചിട്ട് പോകും. മിസ്റ്റർ സഭാപതി, എന്തോ ഈ കഴുത കുങ്കുമം ചോക്കുന്ന പോലെ നിങ്ങൾ തോളെ ചോന്നു നടക്കുന്ന ഈ 3 അക്ഷരം ഉണ്ടല്ലോ, IPS, ഇതിന്റെ മുഴുപ്പ് കണ്ട് ഭയന്നിട്ടല്ല, നിങ്ങളുടെ ഈ വഴിവഴുത്ത ഡിപ്ലോമസി കണ്ട് കാല് വഴുതിയിട്ടുമല്ല, ബട്ട് ഫോർ ദിസ് ഹാപ്ലെസ് ഇൻഒഫെൻസീവ് ബോയ്. ഇവനെ പിന്നതിന്റെ പേരിൽ കോടതി കയറ്റാനും ടോമന്റ് ചെയ്യാനും ഒന്നും നിങ്ങളുടെ ഈ മുട്ടാളന്മാർക്ക് മേലിലൊരു അവസരം ഉണ്ടായിരുന്നു കരുതിയിട്ട് മാത്രം. ജസ്റ്റ് ഫോർ ദാറ്റ് വൺ സിംഗിൾ റീസൺ ഐ ആം ആക്സെപ്റ്റിംഗ് ദിസ്. ഓക്കേ, ടേക്ക് ഇറ്റ്. വാടാ. താങ്ക് യു സർ. വാ കേറ്. അയ്യോ സാറേ, അപ്പൊ എന്റെ സൈക്കിള്. ആ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ തന്നെ നന്നാക്കിച്ച് നിന്റെ പത്ര ഓഫീസിൽ എത്തിച്ച്. വാ. ഇബിനു, അയ്യോ ചേച്ചി. ഈശ്വര, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോടാ നിന്നെ. ഏയ് ഇല്ല ചേച്ചി, ആദ്യം അവന്മാരുടെ ഉമ്മാക്ക് പറഞ്ഞു. അന്നേരം ഞാൻ പിച്ചാത്തി എടുത്ത്. അന്നേരം അവന്മാരെന്നെ പിന്നെയും കൈവെക്കാൻ തുടങ്ങിയപ്പോഴാ ദേ ഈ സാറ്. വാടാ, നിന്നെ ഈ കോലത്തിലാക്കിയത് ഏത് കൊമ്പത്ത് ഓഫീസറായാലും ശരി, അവരോട് നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ബാക്കി അയ്യോ കാര്യം. ചേച്ചി, വാടാ അങ്ങോട്ടും. അയ്യോ ചേച്ചി വേണ്ട, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ദേ ഈ സാറ് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. ഓഹോ, എന്ത് കടലാസ്? ഓൺ ഹൂസ് ബിഹാഫ്? ഇല്ല, പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഇവന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് തീരുമാനിക്കാൻ ഈ സാർ ആരാണാവോ ഇവന്റെ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ, എന്താ കോടതി കയറിയാല് ഇവനിങ്ങ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കളയോ മജിസ്ട്രേറ്റുമാര്? നീ മിണ്ടേടാ. അതെ, 6 അടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റേടം വേണം ആണുങ്ങളായാല്. വാടാ, നടക്ക്. ജസ്റ്റ് എ മിനിറ്റ്. ഏയ്, അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറയാനോ. എന്താ ഇപ്പൊ എവിടേക്കാ നിന്റെ ഈ പടപ്പുറപ്പാട്? None of your business. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇതാ ഇവനെ കരുതി അകത്തൊരു കടലാസ് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള ഒരൊറ്റ ബാധ്യതയിൽ ഐ ബിലീവ് ഐ ഹാവ് എ റൈറ്റ് ടു നോ. ഓഹോ, അവകാശം അല്ലേ? എക്സാക്ട്ലി. Then you just listen. ദാ ഇവന്റെ ഈ ദേഹത്ത് കൈയെടുത്ത് വെച്ച ആ അവന്മാരുണ്ടല്ലോ, അവരിലൊരു ഒറ്റൊരുത്തിന് വെറുതെ പോകാൻ പോണില്ല. നോക്കിക്കോ. പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും. ഇനി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, ഐ എം ടേക്കിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ടു കോർട്ട്. ഓ ഗോഡ്. എന്താ, എന്ത് പറ്റി ദൈവത്തിന്? അല്ല, കാണാൻ നല്ല ചന്തം. ഏയ് മിസ്റ്റർ, മൈൻഡ് യുവർ. പക്ഷെ ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കെട്ടിയിറക്കുമ്പോ ഒരു ലേശം മരുന്നിനെങ്കിലും 1 ഔൺസ് കോമൺ സെൻസ് തന്റെ തലയ്ക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാറുന്നില്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയതാ പരമ്പുരുഷനോട്. Stop the nonsense you. കോമൺ സെൻസ് ഇല്ല നിനക്ക്. കോടതി കയറ്റിയാല് ഏറിയാൽ ഇവനെ തല്ലിച്ചതച്ചവർക്ക് ഒരു താക്കീത്, അതല്ലെങ്കിൽ പിന്നെ പത്രങ്ങളിലെ ഉഷ്ണമാവിനി തണുക്കുവോളം കേസ്, അതിന്റെ ടയറിംഗ് ഡെലിബറേഷൻസ്, ഒടുവിൽ സർക്കിളിനെ കുത്താൻ കത്തിയെടുത്ത ജുവനൈൽ ക്രിമിനലിനെ ബീറ്റ് ഇൻ സെൽഫ് ഡിഫൻസ് ഓർ നോട്ട് ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ച് ശുദ്ധീകരിച്ചെടുക്കാൻ വിധിന്യായത്തിൽ ഉദാരമായ വ്യവസ്ഥ. എന്താ, അങ്ങനെ ഒരു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ടോ ഈ പാവത്തിന്? എന്താ നാവ് മരച്ചുപോയതെനിക്ക്? ആ, തന്റെ പേരെന്താന്നാ പറഞ്ഞത്? പറഞ്ഞില്ല. ഓഹോ, എന്നാലൊന്ന് തിരുവായി മൊഴിയണം. പറയടാ, എന്തായി ചേച്ചിയുടെ പേര്? ദേവു ചേച്ചി. ഓ, അപ്പൊ അതാണ് വിത്ത്. ദേവു പണ്ട് വയനാടൻ ചുരങ്ങളിൽ ആയുധമെടുത്ത് ഷേഖുവേര സ്റ്റൈലിൽ ഗറില്ല വാർഫെയറിന് ഇറങ്ങിപ്പുറപ്പെട്ട ശേഖരന്റെ മകൾ, ജാഗ്രതയുടെ ജീവാത്മാവും പരമാത്മാവുമായ ചീഫ് എഡിറ്റർ ശേഖരേട്ടന്റെ ഒറ്റപുത്രി ദേവിക ശേഖർ അല്ലേ? അച്ഛനെ പരിചയമില്ല, പക്ഷെ കേട്ടറിയും ഒരുപാട്. ജാഗ്രതയുടെ കഴിഞ്ഞ വീക്കെൻഡില് വിയ്യൂരിലെ സ്ത്രീ തടവുകാരെ കുറിച്ച് താൻ എഴുതിയ സ്റ്റോറി കാണിച്ചിട്ട് കേരള രശ്മിയിലെ വാര്യരാ പറഞ്ഞത് ഈ ദേവിക ശേഖർ ശേഖരേട്ടന്റെ മകളാണ്. അല്ല, എനിക്ക് ഹേയ്, അങ്ങനെ പറഞ്ഞാ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓട്ടടാ. ആ, പിന്നെ തന്റെ ലേഖനം, ഇറ്റ് വാസ് ബ്രില്യന്റ്, ഹാഡ് എ വെരി റെയർ ബ്രീഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സം വെരി റിബല്യസ് ഇൻസൈറ്റ്സ്.